അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. രണ്ടനുഭവങ്ങളുണ്ടായി. ഒന്ന്, കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു ചെറിയ റിലേഷനുണ്ട്, അപ്പോൾ അതന്നെ വിവാഹം നടക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്, വീട്ടിൽ അതിൻ്റേതായ ഒരു തീരുമാനമെടുക്കാനുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ആ കുട്ടിയോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ അവസാനം ഈ വർഷം അവസാനിക്കാനായപ്പോൾ ആ കുട്ടി രണ്ട് മിഠായിയുമായി വന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എൻ്റെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചു, വിവാഹം നിശ്ചയിച്ചു എന്നർത്ഥം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു. അതാ പഴയ കേസ് തന്നെ ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം. പറഞ്ഞല്ല, ഇപ്പോൾ പുതിയതായിട്ട് വാപ്പയുടെ അന്വേഷണത്തിലൂടെ വന്നിട്ടുള്ള ഒരു കക്ഷിയാണ്. വളരെ സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. പക്ഷേ ആ സംസാരം ആ കുട്ടി ഉൾക്കൊണ്ടു. മാത്രമല്ല, അത് ഒഴിവായി പുതിയൊരു വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ സന്തോഷം പങ്കിടാൻ അവൾ മിഠായിയുമായി വരുന്നുവെങ്കിൽ ആ മാനസിക പരിവർത്തനം എത്ര വിശാലമാണ് എന്ന് ആലോചിക്കാൻ. നമ്മുടെ കുട്ടികൾ അബദ്ധങ്ങളിൽ പെടുന്നത് അവർക്കിത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള പ്രേമങ്ങളിലും ബന്ധങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ അകപ്പെട്ടു പോയാൽ അവരൊക്കെ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ആ കേസ് അന്വേഷിച്ച് നോക്കുക, ഏകദേശം നടത്താൻ പറ്റുന്നതാണെങ്കിൽ അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുട്ടികളുടെ ഒരു ആഗ്രഹത്തിന് പരമാവധി അനുകൂലമായി നിൽക്കലാണ് രക്ഷിതാക്കന്മാരുടെ മനോഭാവം. അവരുടെ ഒരു താല്പര്യത്തിന് എതിരാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും തീവ്രമായി അയാളത്തിന് വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നതാണ് രക്ഷിതാക്കളുടെ മനസ്സ്. അതുകൊണ്ടാണ് ഈ അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് ഏകദേശം നടത്താൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്കലാണ് പതിവ്. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുമ്പോൾ, നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു സുഹൃത്തെന്ന് പറയാവുന്ന ഒരാൾ, അയാൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, മോളുടെ ആ വിവാഹം ഡൈവേഴ്സ് ആക്കി ഞങ്ങൾ, ഇനി അത് മുന്നോട്ട് പോവില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടിയുണ്ടോ? ഓ, കുട്ടിയുണ്ട്. അപ്പോൾ വർഷങ്ങളോളമായി തീരുമാനമെടുക്കാൻ കഴിയാതെ നീണ്ടുപോയൊരു ബന്ധം പരിസമാപ്തി കുറിച്ചതിനെക്കുറിച്ചാണ് വേദനയോടുകൂടെ ഒരു രക്ഷിതാവ് പറയുന്നത്. അത് ഒരു പ്രേമവിവാഹമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, സാധാരണഗതിയിൽ ഈ ഒരു പ്രേമവിവാഹങ്ങൾ 100 പ്രേമവിവാഹങ്ങളിൽ 70 പരാജയമാണ് എന്നാണ് സാധാരണ കാണുന്നത്. ധാരാളം കാരണങ്ങളുണ്ട്, അത് പല സന്ദർഭങ്ങളായിട്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അന്വേഷിച്ചപ്പോൾ അവന് കുഴപ്പമില്ല, നല്ലൊരാളാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ആ വിവാഹം നടത്തിയത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിയായ ഒരു മാർഗനിർദ്ദേശവും വഴിയും നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ അപകടങ്ങളിൽ പെട്ടുപോകുന്നത് എന്നതാണ്. നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിച്ച വ്യക്തിയിൽ നിന്ന് ഒരു നല്ല ജീവിതം, ഒരു കുടുംബജീവിതം തനിക്ക് ലഭിക്കാതെ പോയാലോ എന്ന ആശങ്ക ഏത് കുട്ടികളെയും അതിന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ആലോചനകളില്ലാതെ ഇത്തരം വിവാഹങ്ങളുമായി മുന്നോട്ട് പോവാൻ ആൺകുട്ടികൾ തയ്യാറാകും. കാരണം അവരുടെ ഒരു മനോഭാവം അങ്ങനെയാണ്. അവർക്ക് ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല. അതുകൊണ്ട് അവൻ്റെ ജീവിതം എന്തായാലും ഇവളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നല്ല ബന്ധമാണെങ്കിലും അല്ലെങ്കിലും എല്ലാം മുന്നോട്ട് പോകും എന്ന ഒരു ആത്മവിശ്വാസമുള്ളതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശങ്കപ്പെടാറേ ഇല്ല. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല. പെൺകുട്ടികൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർ പിൻവാങ്ങും. അവർ നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ
ഒരു പ്രേമവിവാഹത്തിന് വേണ്ടി അവർ തയ്യാറാവുന്നത്. കാരണം അത്രമാത്രം പ്രതീക്ഷ ഈ പയ്യനിലുണ്ട്. അതുകൊണ്ടാണത് നടക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഭാവി അവൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലായാൽ ഏത് പെൺകുട്ടിയും ആ നിമിഷം പിൻവാങ്ങും. അതുകൊണ്ടാണ് വളരെ നിരുത്തരവാദപരമായി പ്രേമബന്ധങ്ങളിൽ ഇടപെടുമ്പോൾ അതിനെ വേർപിരിക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളോട് ഈ ആൺകുട്ടികൾ പറയും, അവൾ ഒഴിവാകുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഇത് പറയാത്ത ആൺകുട്ടികളില്ല. അവൾ ഒഴിവാകുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് വളരെ ലാഘവത്വത്തോടു കൂടെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ വഴിയും മാർഗവും കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അതിനെയൊക്കെ നെഗറ്റീവായിട്ടാണ് പലപ്പോഴും കുട്ടികൾ കാണുക. അതുകൊണ്ട് ഈ വെക്കേഷൻ സന്ദർഭത്തിലൊക്കെ ഈ +1 +2 പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഒക്കെ റെസിഡൻഷ്യലായി 3 4 ദിവസം 5 6 ദിവസങ്ങളൊക്കെ നടക്കുന്ന ക്യാമ്പുകളുണ്ട്. പെൺകുട്ടികൾ മാത്രമായി സംഘടിപ്പിക്കുന്ന പരിപാടികളുണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ മക്കളെ ഇതിലൊന്ന് പങ്കെടുപ്പിച്ച് അവർക്കൊരു നല്ലൊരു അവയർനെസ്, കാരണം അവർ കോളേജുകളിലൊക്കെ പോയി പഠിക്കേണ്ട ആൾക്കാരല്ലേ, അത് നൽകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ എന്തായാലും നമ്മുടെ കുട്ടികൾ നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.